ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചക്കവലത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ചക്കപ്പേരി എന്നാണ് നമ്മൾ തൃശ്ശൂരുകാർ പറയാം. അപ്പോൾ അതാ ചക്കയൊക്കെ 2-3 ഒരുമിച്ചിട്ടുണ്ടോ, പാകമായെന്ന് വിചാരിച്ചാണ് ഇട്ടത്. പക്ഷേ അത്രയ്ക്കൊന്നും ആയിണ്ടായില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്ക നമ്മളിതാ രണ്ടായിട്ട് പൊളിച്ച് എടുത്തതാ നന്നാക്കി എടുക്കുകയാണ് നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിങ്ങനെ നന്നായിട്ട് മൂക്കാത്ത കാരണം പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏട്ടനും കൂടി നമ്മൾ സഹായിച്ചിട്ടുണ്ട്, എന്നാലും അത് തീരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ 3 ആളും കൂടിയിട്ടാണ് കേട്ടോ ചക്കയൊക്കെ നന്നാക്കി എടുത്തത്. അതിങ്ങനെ ഉരിഞ്ഞിങ്ങനെ എടുക്കാനായിട്ട് നല്ല മൂത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ഓരോ ചോളയുടെയും നമ്മൾ ചവണിയൊക്കെ പൊളിച്ചെടുത്ത് എല്ലാത്തിനും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചക്കക്കുരു കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചക്കക്കുരും ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ചക്ക മാത്രമായിട്ടാട്ടോ നമ്മൾ വേവിക്കുന്നത്. കുരു ഒരുമിച്ച് ഇടുന്നില്ല. അപ്പോൾ ചക്ക ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വളരെ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതും ഒഴിച്ച് അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലൊരു വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. ഒരു വിസിൽ വന്നാൽ നമുക്ക് ചക്കയായി കിട്ടും. അപ്പോൾ നമ്മളിതാ ആ സമയം നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഉള്ളി ഒരു 4-5 അല്ലി ചുമന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടോ. അതായത് മതിയാവും. അത്രയും വെളുത്തുള്ളിയും കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വിസിലായിരുന്നു ചക്കയൊക്കെ ആയി. പിന്നെ എന്നിട്ട് തന്നെ ഒരു തുള്ളി വെള്ളം വീണ്ടും ബാലൻസാണ്. അപ്പോൾ അത് നമ്മൾ ചക്കയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ചക്കക്കുരും കൂടി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് നമ്മളിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിലേക്ക് നമ്മളിതാ അതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയം നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചെടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ ചതച്ചെടുക്കുക. അതിലേക്ക് ചെറിയ കാന്താരിമുളക് 2 കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ചെറിയൊരു അബദ്ധം പറ്റി, നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പിടിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിൽ വിസിൽ വന്നില്ല, എന്തോ പറ്റിയെന്നറിയില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പിടിച്ചപ്പോൾ അമ്മാവിനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകാനേ. വലിയ കുഴപ്പമുണ്ടായില്ല, ചെറുതായിട്ടൊന്ന് പിടിച്ചോളൂ. അപ്പോൾ നമ്മളിതാ ഉള്ളി മൂത്ത് വന്നപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, മുളക് കുത്തിപ്പൊടിയാണ് കേട്ടോ, മുളക് ക്രഷ് ചെയ്തത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കക്കുരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുളകും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.